നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കൊച്ചി മെട്രോ ഉദ്ഘാടന വിവാദം സൃഷ്ടിച്ചത് ആര്? മെയ് മാസം രണ്ടാം പകുതിയിൽ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രധാനമന്ത്രി എത്തണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏപ്രിൽ 11-നാണ് കത്തയച്ചത്. രണ്ടാം പകുതി കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടും എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചില്ല? ഈ ഉദ്ഘാടനം പ്രധാനമന്ത്രി എത്താതെ നടത്തുന്നതിന് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് BJP പറയുന്നത് ശരിയായ വാർത്തയാണോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. കൊച്ചി മെട്രോ ഉദ്ഘാടന വിവാദത്തിന് പിന്നിൽ ആര്? ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ A. സമ്പത്ത് MP, BJP നേതാവ് VV രാജേഷ്, കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർ. ഡോക്ടർ സമ്പത്ത്, ഈ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പങ്കെടുപ്പിക്കാതിരിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് BJPയുടെ ആരോപണം. ശരിയാണോ? അല്ല, വാസ്തവത്തിൽ ഇത് ഇത്തരത്തിലൊരു വിവാദമൊന്നും ആക്കേണ്ടതായ ഒരു കാര്യവുമില്ല. ഞാനത് പറയുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 12-നാണ് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സമ്മേളനം അവസാനിച്ചത്. അവസാനത്തെ ദിവസം വരെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു MP ആണ് ഞാൻ. ഏപ്രിൽ 11-നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു കത്തെഴുതുന്നത്. ആ കത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്രകാരം, ഏകദേശം മലയാള പരിഭാഷ ഇങ്ങനെയാണ്: അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിന് അങ്ങ് പങ്കെടുക്കണം എന്ന അതിയായ ആഗ്രഹം ഞാൻ അങ്ങേ അറിയിക്കുകയാണ്. മെയ് മാസത്തിൽ അങ്ങയുടെ ഉചിതമായ സൗകര്യപ്രദമായ ഒരു സമയം ദയവായി ഈ കാര്യത്തിനായി അറിയിച്ചാലും. ഇതാണ് അദ്ദേഹം അയച്ച കത്തിലെ ഏകദേശ വാചകങ്ങൾ. ഏപ്രിൽ 11-നാണ് ശ്രീ പിണറായിയുടെ കത്ത് അത്തരത്തിൽ ശ്രീ മോദിക്ക് അയക്കുന്നത്. മെയ്യിലാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്താനായി ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു മറുപടിയും ലഭിച്ചില്ല. മെയ് മാസത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടേതായ ഒരു കത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു. അതിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല. ഇപ്പം നമ്മൾ ഇത് കൊച്ചി മെട്രോ അല്ല, മറ്റൊരു കാര്യം തന്നെയാണെന്നിരിക്കട്ടെ, നല്ല കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തിലാണ് നമ്മൾ ODF പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയത്. ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ടുള്ള അത്തരത്തിൽ ഒരു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം എന്നുള്ള നിലയിലുള്ള പദവിയിലേക്ക് ആദ്യമായി കടന്നു വന്ന സംസ്ഥാനം കേരളമാണ്. ODFൻ്റെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് നടത്തണം എന്ന ആഗ്രഹം കേരളത്തിലെ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിരുന്നു. അതു സംബന്ധിച്ചും വാസ്തവത്തിൽ ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി, PMOയിലേക്ക്. അത് സംബന്ധിച്ചൊന്നും തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമയബന്ധിതമായി ഇതിനൊരു മറുപടി ഉണ്ടായില്ല. ഇനിയിപ്പോൾ കൊച്ചി മെട്രോ ഒരു പക്ഷേ ഇത്തരത്തിൽ പ്രധാനമന്ത്രി വരാൻ വൈകുന്നതുകൊണ്ട് അതിൻ്റെ ഔപചാരികമായ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് നീണ്ടു പോകണം എന്നുള്ള നിലയിലേക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായമുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നുവെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്താലുള്ള ഇത്തരത്തിലുള്ള ഈ വെളിയിട വിസർജന നിർമ്മാർജ്ജനം എന്നുള്ളൊരു പദ്ധതി പോലും നടപ്പാക്കാൻ പറ്റില്ല. ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഈ എല്ലാം കെട്ടിത്തീർത്ത കക്കൂസുകൾ തുറക്കാൻ പറ്റാത്ത നിലയിൽ അടച്ചിടേണ്ടതായിട്ട് വരുമായിരുന്നു. കാരണം പ്രധാനമന്ത്രി വന്ന് തന്നെ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇനി ഇതിൻ്റെ വാതിൽ തുറക്കാൻ പാടുള്ളൂ എന്നാരെങ്കിലും ശാഠ്യം പിടിച്ചാൽ എന്ത് ചെയ്യും? ശരി, ശ്രീ VV രാജേഷ്, അപ്പോൾ ശരിക്കും പ്രധാനമന്ത്രി ഈ ചടങ്ങിന് എത്തരുത് എന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്? ഈ മെട്രോയുടെ കാര്യത്തിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ചെന്നൈയിലും ബാംഗ്ലൂരിലും അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെ ഈ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി തന്നെ എത്തണം എന്ന് അഭ്യർത്ഥിച്ചിട്ടും കത്തയച്ചിട്ടും നേരിട്ട് കണ്ട വേളയിലും അത് സൂചിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ സമയം, കത്തിൽ സൂചിപ്പിച്ച സമയം കടന്നുപോയിട്ടും ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കാതിരുന്നത്? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ BJP സംസ്ഥാന സർക്കാരിന് പ്രധാനമന്ത്രിയെ വേണ്ട എന്ന താല്പര്യമാണുള്ളത് എന്ന് ആരോപിക്കുന്നത്? ലാല, നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴേക്കും സത്യസന്ധമായിട്ട് ചർച്ച ചെയ്യണം എന്നാണ്. നമുക്കെല്ലാവർക്കും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, പക്ഷേ കുറച്ച് സത്യസന്ധത മുൻനിർത്തി ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം.
പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ മെട്രോ ഓടില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല, BJPക്കില്ല. ഇവിടെ പ്രധാനമന്ത്രി വരണമെന്ന് കേരള ഗവൺമെൻറ് ആഗ്രഹിച്ചു എന്നാണ് കേരള ഗവൺമെൻറ് പറയുന്നത്. കേരള ഗവൺമെൻറ് അത് പറയുമ്പോഴേക്കും അവർ പറയുന്നത് ഞങ്ങൾ ഏപ്രിൽ 20 പ്രധാനമന്ത്രി ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള കത്തയച്ചു എന്ന്. ബഹുമാനപ്പെട്ട MP ഉണ്ടല്ലോ, ഞാൻ പൂർത്തിയായിക്കോട്ടെ. അതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രിയുടെ ടൂറ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ PMOയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം ചോദിക്കുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ ഡേറ്റ്, കേരളത്തിന് മാത്രമല്ലല്ലോ, ലോകത്ത് പല സ്ഥലങ്ങളിലും പ്രോഗ്രാം കൊടുക്കുന്ന ആളാണല്ലോ പാർട്ടിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും വിദേശ രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രി. PMOയിൽ അന്വേഷിച്ചിട്ടാണ് സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഏപ്രിൽ 18 അതിന് മുൻപ് തന്നെ പ്രോഗ്രാം ഡിസൈഡ് ചെയ്ത് ഏപ്രിൽ 18 MEAയുടെ വെബ്സൈറ്റിൽ PMൻ്റെ മെയ് മാസത്തെയും ജൂൺ മാസത്തിൻ്റെയും ഒക്കെ പകുതി വരെയുള്ള പ്രോഗ്രാംസ് എല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. ഇതറിഞ്ഞിട്ട് PM സ്ഥലത്തുള്ള 5, 6, 7 3 തീയതികൾ അദ്ദേഹം ഇന്ത്യയിലുണ്ട്. ഒരു ദിവസം ക്യാബിനറ്റിന് വേണ്ടി മാറ്റിവെക്കണമായിരുന്നു. ഈ ഡേറ്റുകളിലേക്കൊന്നും തന്നെ കടക്കാതെ ഈ 30-ാം തീയതി തന്നെ നടത്തണം എന്നുള്ള ഉദ്ദേശത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് പ്രധാനമന്ത്രി ഇന്ത്യയിലില്ലാത്ത ഒരു ദിവസം നടത്തുക, അത് അങ്ങനെയുള്ള തീർച്ചയായിട്ടുമുള്ള അവരുടെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ അവിടെയുണ്ട്. ഞാൻ ഒരു കാര്യം അടിവരായിട്ട് പറയുന്നു, നരേന്ദ്രമോദി ഞാൻ മറ്റൊരു ചാനലിലും ചർച്ചയിൽ പറഞ്ഞു, ഉദ്ഘാടനം നടത്താൻ വേണ്ടി അദ്ദേഹം അങ്ങ് വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയോ അങ്ങ് മുട്ടി നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ പ്രധാനമന്ത്രി വന്ന ഒരു തിരികൊളുത്തുന്നതിനേക്കാൾ ഉപരി ഞാനിതിൽ കാണുന്നത് കൊച്ചി മെട്രോ, ഡൽഹി മെട്രോ എന്നും പോലെ ടിക്കറ്റ് വിട്ട് വയബിളാക്കാമെന്നുള്ള പ്രതീക്ഷ ആർക്കുമില്ല, ഞങ്ങൾക്കൊട്ടുമില്ല. അത് വാട്ടർ കണക്ടിവിറ്റി, അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡുമായിട്ടുള്ള പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ആഗ്രഹമില്ല എന്ന് BJP ആരോപിക്കുമ്പോൾ അത് യാഥാർത്ഥ്യവുമായി നിരക്കുന്നതാണെന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ VV രാജേഷ് പറഞ്ഞതുപോലെ ഏപ്രിൽ 11 പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കത്ത് പോകുന്നത്. അത് 18-ാം തീയതിയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ പ്രധാനമന്ത്രിയുടെ ഈ യാത്രാ വിവരങ്ങൾ വരുന്നത്. ശരി, പ്രധാനമന്ത്രിക്ക് ഈ ദിവസങ്ങൾ സൗകര്യമല്ല എന്നിരിക്കട്ടെ, എന്താണ് ചെയ്യേണ്ടത്? അതിനൊരു മറുപടി കൊടുക്കണ്ടേ? ആ മറുപടി കൊടുക്കാതെ ഇതവിടെ വെച്ചുകൊണ്ടിരിക്കുക. സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള, സംസ്ഥാനത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഒരു സമയം, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്, മഴ വരുന്നതിന് മുമ്പ്, ജൂണിന് മുമ്പ് എന്നുള്ള രീതിയിൽ മെയ് 2-ാം പകുതിയിൽ ഒരു ദിവസം ചോദിച്ചപ്പോൾ അതിന് സാധിക്കില്ലെങ്കിൽ അതിന് മറുപടി പറയാതെ എന്തുകൊണ്ടാണ് വലിച്ചു? എൻ്റെ ലാലെ, മെയ് 30-ാം തീയതി മഴ പെയ്യില്ലെന്ന് ലാലിനോട് ആരാ പറഞ്ഞത്? മെയ് 30-ാം തീയതി മഴ പെയ്യില്ല താങ്കൾ ഇടയിൽ കയറി ശല്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത് സ്ഥിരമുള്ള ഒരു പരിപാടിയല്ലേ. ഇവിടെ വേറൊന്ന്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തയച്ചിട്ട് മറുപടി കിട്ടില്ല എന്ന് ലോകത്തിൽ ആദ്യമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും ലാലുമായിരിക്കും പറയുന്നത്. ഒരു വ്യക്തി അയച്ചാൽ പോലും പരമാവധി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഓഫീസാണ് PMO. കേരളം പിണറായി വിജയൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ലാലെ. കേരളത്തെ പ്രത്യേക വികസനത്തിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യത്തോടെ കേരളത്തെ നോക്കിക്കാണുന്ന യു ക്യാൻ ട്രീറ്റ് ദിസ് ആസ് യുവർ സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പിണറായി വിജയനെ സ്വീകരിച്ച് ആനയിച്ചിരുത്തിയ എന്റെ MP പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. MP ഇടപെടാം. താങ്കൾക്ക് എന്റെ ഒരു മുതിർന്ന MP എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഞാൻ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ നല്ലൊരു മാർക്സിസ്റ്റ് നേതാവായിട്ടുള്ള അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിക്കുന്നില്ല. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇദ്ദേഹത്തിനോടൊപ്പം ഇദ്ദേഹം ലോക്സഭയിൽ, രാജ്യസഭയിൽ ഉണ്ടായിരുന്ന P. രാജീവ് MP മനോരമ പത്രത്തിൽ ഞാൻ പീപ്പിൾ ചാനൽ കാണിച്ചിട്ടുണ്ട്. ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം UPA ഗവൺമെന്റ് 7 or 8 വർഷം അദ്ദേഹം പിന്നാലെ നടക്കാത്തൊരു കാര്യം പ്രധാനമന്ത്രി രാജ്യസഭയുടെ ആ ലോഞ്ചിൽ നിന്നപ്പോഴേക്കും തോളിൽ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ആവശ്യപ്പെട്ട കാര്യം ഞാൻ നടപ്പിലാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി അഭിനന്ദിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളാണ് P. രാജീവ് MP. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അയച്ച കത്തിന് എന്ത് മറുപടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയതായി താങ്കൾക്ക് കാണിക്കാനുള്ളത്? ലാൽ, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു കത്തയച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് മറുപടി വരാൻ വേണ്ടി ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ കത്തയക്കുന്നവർ സ്വാഭാവികമായിട്ട് കാത്തു നിൽക്കാറുണ്ട്. ഇവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പോലും ഒരുപക്ഷെ പരിഹസിച്ചുകൊണ്ടാണ് അവിടെ ടൈംസ് ഓഫ് ഇന്ത്യ, ഡൽഹിയിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഏപ്രിൽ മാസം 1-ാം തീയതി തന്നെ പ്രധാനമന്ത്രിയുടെ റഷ്യ അതുപോലൊപ്പം തന്നെ ജർമ്മനി സന്ദർശനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ വിഡ്ഢിയാക്കുകയല്ല ഒരു ആങ്കറിന്റെ ജോലി.
ചർച്ചയിൽ ഞാൻ വിഡിയാക്കിയത്? പിന്നെ ഞാനൊരു കാര്യം പറയാൻ വരുമ്പോഴേക്കും അതിന്റെ ഇടയിൽ കയറി ഡയമെൻഷൻ മാറ്റുന്നതാണോ? താങ്കളോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, അതിന് ഉത്തരം എന്തുകൊണ്ടാണ് താങ്കൾ ഇടയിൽ ചാടി കയറി എങ്ങനെ ഉത്തരം പറയുന്നത്? താങ്കൾ ചോദ്യം ചോദിക്കും, എന്നിട്ട് താങ്കൾ എനിക്ക് സമയം തരൂ. ഏത് ചോദ്യത്തിനാണ്? അതായത് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചപ്പോൾ എന്ത് മറുപടിയാണ് കൊടുത്തു എന്ന് താങ്കൾ അവകാശപ്പെടുന്നത്? ലാൽ, പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്നും ഏകദേശം ഒരു 5000-10,000 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു രാജ്യത്താണെന്ന് ഉറപ്പായിക്കൊണ്ട് ആ ഡേറ്റിൽ താങ്കൾ MEA ഏപ്രിൽ മാസം 1-ാം തീയതി അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്തു. പ്രധാനമന്ത്രിയുടെ ആ വെബ്സൈറ്റിൽ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി സർക്കാരിന് ഓഫീസിൽ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. ചോദിക്കുന്നത് 11-ന് വെബ്സൈറ്റ് നോക്കി തയ്യാറാക്കിയ കത്താണ് മുമ്പിലുള്ളത്. അതനുസരിച്ച് ഇനി വെബ്സൈറ്റിൽ ചോദ്യം ചോദിക്കുകയല്ല, അങ്ങ് പറയുന്ന പോലെ സമാധാനമായി കേൾക്കൂ. ഈ പിണറായി വിജയൻ മെയ് മാസം 30 എന്ന് പറഞ്ഞിട്ടില്ല. മെയ് മാസം 2-ാം പകുതിയിൽ അങ്ങേക്ക് ഇതിന് വരാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങ് വരണമെന്നാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് അത് വരാൻ പറ്റില്ലെങ്കിൽ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? മെയ് 29-ന് മുമ്പ് ഒരു ഡേറ്റ് ആലോചിക്കൂ, അതല്ലെങ്കിൽ എനിക്ക് ജൂലൈയിലേ പറ്റൂ, നിങ്ങൾ ജൂലൈയിലേക്ക് ആലോചിക്കൂ എന്നൊരു മറുപടി കൊടുത്തിരുന്നെങ്കിൽ ഈ വിവാദം ഉണ്ടാകുമായിരുന്നു, നിങ്ങൾക്ക് ഈ അവസരം ലഭിക്കും. എല്ലാവർക്കും ഞങ്ങൾക്ക് ഈ അവസരം തേടിയൊന്നും നടക്കുന്നില്ല. ഇന്നിപ്പോ KV തോമസ് MP പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി KV തോമസ് BJP കാരനല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ പ്രധാനമന്ത്രി കൊച്ചി മെട്രോയിലേക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പരസ്പര ബന്ധം വെച്ചിട്ട് അദ്ദേഹം ഇന്ത്യയിലുള്ള ഒരു ദിവസം നോക്കുക, അദ്ദേഹം വിദേശ രാജ്യത്തുള്ള ഒരു ദിവസം നോക്കുക. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ മെയ് 30 പ്രധാനമന്ത്രി വന്നില്ലേ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് ചെയ്യും. 1 മണിക്കൂർ ഞാൻ മുഖ്യമന്ത്രി കണ്ണൂരിൽ തിരുത്തി പറയുകയാണ്. തെറ്റിദ്ധാരണ ആർക്കാ ഉണ്ടായത്? തെറ്റിദ്ധാരണ ഞങ്ങൾക്കോ ലാലിനോ ഒന്നും അല്ലല്ലോ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസ് മര്യാദ കാണിച്ചിട്ടില്ല, മറുപടി വന്നിട്ടില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, KV തോമസിനോട് എനിക്ക് അവിടെ വരാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഇന്ന തീയതിക്കോ അതിനനുസരിച്ചോ വരാമെന്ന് വലിയ താല്പര്യത്തോടു കൂടി പറയുന്ന പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കത്തിന് മറുപടി കൊടുക്കാൻ പറ്റാത്തത്? KV തോമസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ച് KV തോമസുമായിട്ട് ആലോചിച്ചിട്ടാണോ കൊച്ചി മെട്രോയുടെ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി? ലാല്, കഴിഞ്ഞ ആഴ്ച ഒരു ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്തെന്ന് അറിയോ, വിവാദങ്ങളുടെ പുറകെ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ന് ആരാ വിവാദം ഉണ്ടാക്കിയത് കടകംപള്ളി സുരേന്ദ്രനല്ലേ. അദ്ദേഹം നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടത് അദ്ദേഹം പറയുന്നത് മെയ് 30-ന് തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ 3-ാം തീയതിക്ക് മുമ്പ് എന്താ കാര്യം, ഞങ്ങളുടെ സർക്കാരിന് 1-ാം വാർഷികം. കേരള ഗവൺമെൻറ് വാർഷികമായി മെട്രോയ്ക്ക് എന്താ ബന്ധമുള്ളത്? നിങ്ങൾക്ക് എന്താ റോൾ ഇതിനകത്ത്? ഒരു തുള്ളി വേർപ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഈ മെട്രോ ഡിലേയാക്കിയല്ലാതെ. ശരിക്കും ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഒരു കൊച്ചിക്കാരനാണ്, ഞാൻ കുറേ നാളിൻ്റെ പുറകെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ വർക്കുമായിട്ടൊക്കെ. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു വികാരം എന്ന് പറയുന്നത് ഇത് എത്രയും തുറന്നു കൊടുക്കണം, പ്രധാനമന്ത്രിയെ വിളിക്കണം, അദ്ദേഹം കൊണ്ട് തുറപ്പിക്കണം. ഇതിൽ അങ്ങനെ മാറ്റുന്ന കാര്യമുണ്ടോ? ഒന്ന് കാര്യം ആലോചിക്കണം. 2ാമത്തെ എക്സ്റ്റൻഷൻ വരുന്നു, അതിന് സെൻട്രലിൻ്റെ സഹകരണം വേണം, വിദേശ ഫണ്ടിന് സെൻട്രൽ ഗവൺമെൻറ് സഹായം കിട്ടണം. അപ്പോൾ പരസ്പരം ഉടക്കി പോകാതെ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ പ്രധാനമന്ത്രി ഡേറ്റ് കിട്ടിയോ ഇല്ല, അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് നോക്കേണ്ട കാര്യമില്ല. കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ വരണം എന്ന് പറയുമ്പോൾ ആർക്കാണ് പ്രധാനമന്ത്രി വരുന്നതിന് സംസ്ഥാന സർക്കാരിനാണ് താല്പര്യമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി അയച്ച കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു കത്തയച്ചാൽ, ശ്രീ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി ആയിരുന്നതെങ്കിൽ അങ്ങനെ ഒരു കത്തയച്ചാൽ KV തോമസ് ഇന്നലെ നേരിട്ട് അദ്ദേഹത്തെ കണ്ടു. അങ്ങനെ അദ്ദേഹം ആഗ്രഹം പറഞ്ഞത്. ലാലി കത്ത് കാണിച്ച ഒരു കാര്യമൊന്നുമില്ല, സംസ്ഥാന ഗവൺമെന്റ് പാളിച്ച പറ്റി, അതുകൊണ്ട് ഇത് സ്വന്തമാക്കി മാറ്റാൻ നോക്കി. ഒരു കാര്യം ഞാൻ പറയാം, കൊച്ചിയിലെ ജനങ്ങളുടെ മനസ്സിൽ മെട്രോ വെച്ച ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ഇത്ര കൊച്ചി ജനങ്ങളുടെ മനസ്സിലുള്ള മെട്രോ അതൊന്നുമല്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ തർക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏപ്രിൽ 11-ന് അയച്ച കത്തിന് മറുപടി ഇതുവരെയും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മെട്രോ അദ്ദേഹം ആലോചിച്ച് അദ്ദേഹത്തിന് ഇഷ്ടം തോന്നുമ്പോൾ KV തോമസ് ഒക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ ശ്രീ കുമ്മനം രാജശേഖരനും ടീമും ഇവിടെ നിന്ന് പോയി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമ്പോഴോ അത് നടത്തിയാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കാൻ സംസ്ഥാന സർക്കാരിനാകുമോ? സംസ്ഥാനത്തെ ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു ഉത്തരവാദിത്തം ഈ സംസ്ഥാനത്തെ സർക്കാരിനില്ലേ? അവർ ഇനി പ്രധാനമന്ത്രി വന്നില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ മുഖ്യമന്ത്രി ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചാൽ എന്താണ് തെറ്റ്? ലാലൻ, ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്,
ശ്രീധരൻ പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ ഇത് കമ്മീഷൻ ചെയ്യാൻ, എന്തുകൊണ്ട് സംഭവിച്ചില്ല? ശ്രീധരൻ പറഞ്ഞു ഇപ്പോഴത്തെ 13 കിലോമീറ്റർ കഴിഞ്ഞ ഡിസംബറിൽ 2016 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാന്ന് പറഞ്ഞു. അന്ന് മുഖ്യമന്ത്രിയാണ് മാറ്റിവെപ്പിച്ചത്. ഇനി ഉദ്ദേശമൊക്കെ നിങ്ങൾക്കറിയാം. നീട്ടിക്കൊണ്ടുപോയിട്ട് LDF-ന്റെ തൊപ്പിയിലെ തൂവലാക്കാനോ അതൊന്നും ജനം വിശ്വസിക്കില്ല. അവിടെയാണ് പ്രശ്നം. അതിനുവേണ്ടിയുള്ള കളി നടക്കുമ്പോഴല്ലേ എതിർപ്പ് വരുന്നത്. ഞാൻ BJP-ക്കാരൊന്നും പിന്താങ്ങുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് വളരെ പറഞ്ഞ കാര്യത്തിൽ ഇത് UDF-ന്റെ തൊപ്പിയിൽ വരേണ്ട തൂവൽ നിങ്ങളുടെ തൊപ്പിയിലേക്ക് വരുന്നു എന്നുള്ളതിന് നിങ്ങൾ ശ്രമിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത് BJP-ക്കും ഏതാണ്ട് അത്തരത്തിൽ ഒരു ഗർവുണ്ടോ എന്നുള്ളത്, കെർവ് എന്ന വാക്കാണ്, അതുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരുന്നു. ഈ നരേന്ദ്രമോദിക്ക് ഇനി ഏതെങ്കിലും കാരണവശാൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ക്രെഡിറ്റായി പോകുമോ എന്ന് BJP-യും പേടിക്കുന്നു. അതുകൊണ്ടുണ്ടാക്കിയ വിവാദമാണോ ഇത്? ലാലെ, വാസ്തവത്തിൽ ഇതിലൊരു വിവാദത്തിൻ്റെയും ആവശ്യമില്ല. ഞാനിപ്പോൾ CPM-ന്റെ ഒരു പ്രചരണ ജാഥ 15-ാം തീയതി മുതൽ തുടങ്ങിയത് 22-ാം തീയതി വരെ ഉള്ളത്. ഞാൻ അതിനിടയിൽ ആണ് ഓടി നേരെ ഇവിടേക്ക് വന്നത്. രാജേഷും എന്നെ പോലെ തന്നെ ഈ ഗതാഗത കുരുക്കിനിടയിലാണ് ഇവിടെ ഈ സ്റ്റുഡിയോയിലേക്ക് വന്നത്. കൊച്ചിയിൽ ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷനും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ 3 പേരും 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുമ്പോഴും ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് നമ്മുടെ എല്ലാം ചിന്തയും വാക്കും പ്രവൃത്തിയും കൊണ്ടെല്ലാം നമ്മൾ യോജിക്കുന്നതായിട്ടുള്ളൊരു മേഖലയുണ്ട്. അതെന്താ? അത് കേരളത്തിൻ്റെ പൊതുവിലുള്ള വികസനമാണ്. കേരളത്തിൻ്റെ പൊതുവിലുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ തൊപ്പിയിലെ തൂവൽ അതിന് ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെ തൊപ്പിയിൽ വന്നാലും സമ്പത്തിൻ്റെ തൊപ്പിയിൽ വന്നാലും രാജേഷിൻ്റെ തൊപ്പിയിൽ വന്നാലും ഇതെല്ലാം കേരളീയരുടെ തൊപ്പിയിലാണ് ആത്യന്തികമായിട്ട് ഈ തൂവൽ വരുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ ഇതെല്ലാം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. എല്ലാം പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ എൻ്റെ പാപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം, ഞാൻ പേരൊന്നും പറയുന്നത് അല്ല, ഈ എല്ലാം ഞമ്മളാണ് എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം കോൺഗ്രസിൻ്റെ കാലത്താണ് എന്ന് പറഞ്ഞിരുന്നാൽ ഇത് വണ്ടി ഒന്ന് ഓടിക്കിട്ടിയാൽ മതി, ജനങ്ങളെ സംബന്ധിച്ച് ഇതൊന്ന് ഓടിക്കിട്ടിയാൽ മതി. ഉദ്ഘാടനത്തിൻ്റെ മാമാങ്കമാണെങ്കിൽ ഇവിടെ ഈ തിരുവനന്തപുരത്ത് കൈരളി പീപ്പിളിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് MLA ക്വാർട്ടേഴ്സിനടുത്താണ് ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ അറിയാം. ഓട്ടോറിക്ഷയ്ക്ക് മിനിമം ചാർജ് കൊടുത്താൽ തമ്പാനൂരിൽ കൊണ്ടുവിടും. അവിടെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉദ്ഘാടന മാമാങ്കം നടത്തിയതായിട്ടുള്ള KSRTC-യുടെ ഒരു കെട്ടിടം അവിടെ കിടപ്പുണ്ട്. അത് ആരും ഓക്യുപ്പൈ ചെയ്യാനില്ല, ആരും അവിടെ നിൽക്കാനുമില്ല, വണ്ടിയൊന്നും വരാറുമില്ല. ഇങ്ങനെയുള്ള ഉദ്ഘാടനങ്ങളാണ് നടത്തുന്നത്. ആ ഉദ്ഘാടനത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊട്ടിക്കൊഴിച്ച് ഇതാണ് തൂവലെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ അർത്ഥശൂന്യമായ കാര്യമാണ്. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞതായ കാര്യം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നത്. കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ 1ാം വാർഷികാഘോഷങ്ങളുടെ അതിൻ്റെ കൺവീനറാണ്, ആ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ കൊച്ചി മെട്രോയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ആ പരാമർശത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു ടെൻഡേറ്റീവായി ഞങ്ങൾ ഇത് മെയ് 30-ന് ഇത് തുറക്കണം, ഓടണം എന്നുള്ള അഭിപ്രായത്തിലാണ്. അതല്ല ഒരു പക്ഷേ, അപ്പോൾ അതിൽ ഇപ്പോൾ തന്നെ TV ചാനലുകളിലെല്ലാം വാർത്ത ഇത്തരത്തിൽ വന്നുമില്ല, ചിലപ്പോൾ ഒരു പക്ഷേ ജൂൺ 5-നപ്പുറം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ള നിലയിൽ പറഞ്ഞത്. പത്രക്കാർ സ്വാഭാവികമായി നമ്മുടെ കേരളീയരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്, അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാവും. ചിലർ ഇതിനെ വേണമെങ്കിലും മറ്റ് വിവാദങ്ങളാക്കാൻ, അങ്ങനെ വിവാദം ഉണ്ടാക്കിയാൽ മാത്രമാണല്ലോ നമുക്കെല്ലാം പിന്നെ ഇത്തരത്തിലൊരു സ്പേസും സ്കോപ്പും എല്ലാം ഉള്ളത്, നമുക്കെല്ലാം വന്ന് വർത്തമാനം പറയാനും. അവിടെ ഇത്തരത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങനെ പ്രധാനമന്ത്രിയുടേതായ തീയതി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങനെ പ്രധാനമന്ത്രിയുടേതായ തീയതി ലഭിച്ചില്ല എങ്കിൽ ഇത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു വിവാദം ഉണ്ടാക്കാനായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ലാലിൻ്റെ കയ്യിലിരിക്കുന്ന കത്ത് ഏപ്രിൽ 11-നാണ്, ഞാൻ ആവർത്തിക്കുന്നു, ഏപ്രിൽ 11-നാണ് ശ്രീ പിണറായി വിജയൻ ഈ കത്ത് അയക്കുന്നത്. ഏപ്രിൽ 12-നാണ് പാർലമെൻറ്റ് സമ്മേളനം തീരുന്നത്. അതിൽ തന്നെ ചോദിക്കുകയുണ്ടായി മെയ് മാസം 2-ാം വാരത്തിൽ എന്നുള്ളത്. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി വന്നിട്ടില്ല, ഇതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. വീണ്ടും ഒരു കത്ത് പോയതിനു ശേഷവും ഇക്കാര്യത്തിലൊരു മറുപടി വന്നിട്ട്, ഇനി എൻ്റെ ചങ്ങാതിയായിട്ടുള്ള രാജേഷ് വേണമെങ്കിൽ പറയും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ വന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ടൂർ പ്രോഗ്രാം, മറ്റു കാര്യങ്ങൾ, അതെല്ലാം വേറെ കാര്യം. ഒരു കാര്യം എന്നുള്ളത് എപ്പോഴും ഒരു സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തിൽ അത് ഗവൺമെൻറ്റുകൾ തമ്മിലും മന്ത്രിമാർ തമ്മിലുമുള്ള ബന്ധത്തിൻ്റേതാണ്. ഗവൺമെൻറ് തമ്മിലുള്ള ബന്ധത്തെ പ്രതിനിധാനം ചെയ്യുന്നത് മന്ത്രിമാർ തമ്മിലുള്ള തരത്തിലുള്ള ഇടപെടലും സംസാരവുമാണ്. അതിൽ കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് എൻ്റെ സുഹൃത്ത് VV രാജേഷിനോ അല്ല, ഇനി കേരളത്തിലെ അധികാരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണ്, സമ്പത്ത് പാർലമെൻറ്റ് അംഗമാണ് എന്നുള്ളത് കൊണ്ട് എനിക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷന് തന്നെ അദ്ദേഹം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതിപ്പോൾ ശ്രീ KV തോമസ് മാഷിൻ്റെയോ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലൊന്നും അല്ല വേണ്ടത്. ഇത് വാസ്തവത്തിൽ ഇതിനകത്ത് എന്താ ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ ഭാഗമായിട്ടുള്ള നല്ല ബന്ധം, ആ
നല്ല ബന്ധമാണ് നമ്മളും എല്ലാം ആഗ്രഹിക്കുന്നത്. ഒരു വിവാദത്തിന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടത് കൊച്ചിൻ മെട്രോ അതിൻ്റെ സ്ഥിരമായ ഓട്ടം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. അതിന് പ്രധാനമന്ത്രി ഉദ്ഘാടകനെങ്കിൽ സന്തോഷം. രാഷ്ട്രപതി ഉദ്ഘാടനം ഞാൻ പറഞ്ഞു, ഇനി വേറെ എന്തെങ്കിലും ഒരു വിവാദത്തിലാണെന്നൊന്നും ലാല് അങ്ങനെയൊന്നും ഉണ്ടാവരുത് ദയവായിട്ട്. അങ്ങനെ രാജേഷൻ ദയവായി തെറ്റിദ്ധരിക്കരുത്. ഇത് അങ്ങനെ പ്രഥമ പൗരനോ പ്രധാനമന്ത്രിയോ ഉദ്ഘാടനം നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഓടിച്ചു. ശ്രീ വി വി രാജേഷ്, അതാണ് ഇതിനകത്ത് കാണേണ്ടത്. ഈ കത്തൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇത്രയും ദിവസങ്ങളായി ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഉദ്ഘാടനം ചെയ്യാവുന്നതാണ്, അടുത്ത സംസ്ഥാനങ്ങളിലെ മാതൃക, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതൊന്നും നോക്കാതെ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അതിനൊരു മറുപടി പോലും കൊടുക്കാത്തതെന്ന ചോദ്യമുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് മറച്ചു വെക്കപ്പെടുന്നത്? ഈ പ്രധാനമന്ത്രിയെ മുമ്പ് കാണാൻ ശ്രമിച്ചപ്പോഴും മുഖ്യമന്ത്രിക്കും ടീമിനും ഇവിടുത്തെ സർവകക്ഷിക്കും അതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല. അപ്പോൾ പലപ്പോഴും കേരളത്തിന്റെ ആവശ്യങ്ങളോട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം പ്രധാനമന്ത്രിക്ക് ഉണ്ടോ എന്ന് തോന്നുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രതികരണവും എന്ന് വായിച്ചെടുക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ഞാൻ ആദ്യം ലാലിനെ അഭിനന്ദിക്കുകയാണ്. അതായത് ഞാൻ വളരെ രസകരം, കൗതുകപൂർവ്വം, സന്തോഷപൂർവ്വം വാച്ച് ചെയ്യാണ്. ഒരു പാനലിസ്റ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് സമ്പത്ത് MP സംസാരിച്ചപ്പോൾ ലാൽ വളരെ പക്വതയോടെ അതിൽ ഇടപെടാതെ ഇരുന്നതിന് ഞാൻ ലാലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു പാനലിസ്റ്റ്, ഇതേ അവസരം മറ്റു ചില ചാനലുകളിൽ പോയ രാജേഷിനും കിട്ടും. അല്ല, സ്വസ്ഥമായിട്ട് അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ്. താങ്കൾ ചോദിച്ചത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇനിയിപ്പോൾ എൻ്റെ സമയത്ത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ തമാശയ്ക്കാണ് നേരത്തെ ഒരു കമന്റ് പറഞ്ഞത്, ഇവിടെ കിട്ടില്ല എന്നല്ല, രാജേഷിന് സമയമുണ്ട്, രാജേഷിന് അതിന് മറുപടി പറയാം. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞു അതിലെല്ലാം ഉണ്ട്. മറ്റൊന്ന്, എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ ചർച്ച ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയത് പീപ്പിൾ TV ഡിസൈൻ ചെയ്തിരിക്കുന്നത് തെളിവ് കാണിക്കാൻ ഈ ഡിസൈൻ ചെയ്തതിന്റെ വെറുതെ പറയരുത്. ആ ഡിസൈൻ എവിടെയാണ്? ഈ ഡിസൈൻ ആരും നടത്തിയിട്ടില്ല. എന്റെ ബുദ്ധിയിൽ തോന്നുന്ന, സാമാന്യ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലാലിന് അസ്വസ്ഥത പടർന്ന് പിടിക്കുകയാണ്, തോക്കിക്കറി പിടിക്കാതെ. ഞാൻ പറഞ്ഞോട്ടെ, ഇന്ന് ഈ ചർച്ച എന്റെ ആരോപണമാണ്, താങ്കൾക്ക് അതിനുശേഷം നിരാകരിക്കാം. ഇന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു കത്തയച്ചു, ആ കത്തിനൊരു മറുപടി കിട്ടില്ല എന്നുള്ള പോയിന്റിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരിക, അതിൽ കെട്ടിയിടുക എന്നുള്ളതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രധാനമന്ത്രി ഈ രാജ്യത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു ദിവസം കണ്ടുപിടിച്ച് ആ ദിവസം താങ്കൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടില്ല. ഒരു അനൗചിത, ഈ കത്തിൽ അതില്ല. പ്രധാനമന്ത്രി രാജ്യത്തില്ലാത്തത് ഏത് ദിവസമാണ് ശ്രീ വി വി രാജേഷ്? ഏത് ദിവസങ്ങളാണ് ഈ രാജ്യത്തില്ലാത്തത്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ ഏത് ദിവസങ്ങളാണ്? റഷ്യയിലും സ്പെയിനിലും ജർമ്മനിയിലും പോകുന്നത് ഏത് ദിവസങ്ങളാണ്? എന്റെ അറിവിൽ 29, 30, 31, 1, 2, 3 തീയതികളാണ്. 4-ാം തീയതി കേരളത്തിലേക്ക് വരുന്നു. ഈ കത്തിൽ ഈ തീയതികളിൽ വരണമെന്ന് പറഞ്ഞിട്ടില്ല. മെയ് മാസം 2ാം പകുതിയിൽ ഏതെങ്കിലും ഡേറ്റ് എന്നാണ് ചോദിച്ചത്. ശരി, അതിനൊരു മറുപടി ഉണ്ടാകുമല്ലോ. ഇതിൽ പറ്റില്ല, എനിക്ക് സൗകര്യമുള്ള ഇതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്തോളൂ എന്നൊരു മറുപടി അയക്കാമല്ലോ. ഇനി ലാലിന്റെ കഴിഞ്ഞല്ലോ, ലാലിന്റെ സ്റ്റോക്ക് ചെയ്തിരുന്ന പോയിന്റൊക്കെ ഒരു പ്രാവശ്യം 1-2 തവണ പറഞ്ഞു. അല്ല, ചോദ്യം കഴിഞ്ഞല്ലോ. ലാലേ, പ്രധാനമന്ത്രിയുടെ മെയ് 2nd വീക്ക്, അതോടൊപ്പം തന്നെ ആ പ്രോഗ്രാം ഒക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അദ്ദേഹം ടോട്ടലി ഫുള്ളി പാക്ഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. നമ്മളാരും തന്നെ വിഡ്ഢികളൊന്നുമല്ലല്ലോ. ഈ PMOയിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, അവർ നല്ല രാഷ്ട്രീയക്കാർ തന്നെയാണ്, അവിടെയൊക്കെ ഉള്ളതൊക്കെ തന്നെ നല്ല ഉദ്യോഗസ്ഥന്മാരുമാണ്. പ്രധാനമന്ത്രി ഇവിടെ ഉറപ്പായിട്ടും ഇല്ല എന്നുള്ള ഡേറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 2nd വീക്ക് 3rd വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു കത്തയച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി അതിന് മുൻപ് തന്നെ കേരള മുഖ്യമന്ത്രിയായി കണ്ടപ്പോഴേക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ വരാൻ തയ്യാറാണ്, പ്രേക്ഷകരുടെ ക്ഷമയും പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങ് ഒരു ചോദ്യത്തിന് മറുപടി പറയാത്തത്? പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി ഒരു കത്തയച്ചിട്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? തൃണവൽഗണിച്ചു എന്ന മലയാള വാക്കിന് തുല്യമായി കണ്ടത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ദിസ് പ്രോജക്ട് ഈസ് എ സ്റ്റെല്ലാർ സിംബിൾ ഓഫ് ഈക്വൽ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. രണ്ടുപേരുടെയും കൂട്ടായ്മയാണ്. റിഫ്ലക്ടിംഗ് ദ സ്പിരിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. അതായത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള സഹകരണത്തിന്റെ പാതയാണ് മുഖ്യമന്ത്രി വളരെ വിനീതമായി ഈ കത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖമടച്ച മറുപടി, ഈ പ്രതികരണം, മറുപടി കൊടുക്കാതെ പ്രധാനമന്ത്രി നടത്തുന്നത്? അല്ല, കേരളത്തിൽ ഇത്തരം സഹകരണത്തിന്റെ മുഖ്യമന്ത്രി കത്തെഴുതിയതിനെ അങ്ങനെ തന്നെ വാക്കുകൾ ഉപയോഗിച്ച് അഭിനന്ദിക്കുന്നു. അത് അദ്ദേഹം കത്തെഴുതിയാലും കത്തെഴുതിയില്ലെങ്കിലും LDF സർക്കാരിന്റെ സമയത്തൊന്നും അല്ലല്ലോ തുടങ്ങിയത്. വെങ്കയ്യ നായിഡു, ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിട്ടുള്ള വെങ്കയ്യ നായിഡു അദ്ദേഹത്തിന്റെ നാട്ടിലാണല്ലോ ഈ കോച്ച് നിർമ്മിക്കുന്നത്. അദ്ദേഹം 2 ദിവസം അവിടെ പോയി ക്യാമ്പ് ചെയ്താണ് കോച്ച് എത്രയും പെട്ടെന്ന് കേരളത്തിൽ ഇതിന്റെ പണികൾ നടക്കട്ടെ എന്ന് വെച്ചിട്ട് അന്നത്തെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രിയായിട്ടുള്ള ശ്രീ ആര്യാട മുഹമ്മദിന് കൈമാറിയതൊക്കെ കേരളത്തിൽ വലിയ വാർത്തയായതാണ്. അപ്പോൾ ഇപ്പോഴത്തെ LDF ഗവൺമെന്റിനേക്കാൾ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ഈ പദ്ധതിയുടെ പിന്നാലെ ഉള്ളത് കേന്ദ്ര ഗവൺമെന്റാണ്.
ആ കേന്ദ്ര ഗവൺമെൻറ്റിന് വ്യക്തമായിട്ട് പദ്ധതിയെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്, ഉത്തമ വിശ്വാസമുണ്ട്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും പരിഹസിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇല്ലാത്തൊരു ഡേറ്റ് തിരഞ്ഞെടുത്ത് ആ പീരീഡിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ഇപ്പോൾ വി രാജേഷിന്റെ മറുപടി കേട്ടപ്പോൾ എനിക്ക് തോന്നിയ സംശയം അതാണ്. അതായത് വി രാജേഷ് ഈ കാര്യത്തിൽ കൂടുതൽ ക്രെഡിറ്റ് നിങ്ങൾക്കാണ് തരാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ കാലത്ത് വിയർപ്പൊഴുക്കിയതാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ, ഈ പിണറായി വിജയൻ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത് ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകണ്ട എന്ന്. KV തോമസിന് ഉള്ള പങ്ക് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണമെങ്കിൽ ആ ക്ലെയിം നിങ്ങൾക്ക് വാദിക്കാവുന്നതാണ് എന്ന് രാജേഷും പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കുമ്പോൾ CPM-ന് ഒരു വലിയ വടി കിട്ടുകയല്ലേ നിങ്ങൾ രണ്ടുപേരും ഈ കാര്യത്തിലും സഹകരിക്കുമ്പോൾ, രാഷ്ട്രീയം ഇല്ല എന്ന് പറയുമ്പോഴും? ലാലെ, അതിനു മുമ്പ് ഒരു കാര്യം, എനിക്ക് ബഹുമാനമുള്ള ഒരു സുഹൃത്താണ് ശ്രീ സമ്പത്ത്. അദ്ദേഹം ഒരു കമ്പാരിസൺ നടത്തി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പാപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്നതിൽ കഥാപാത്രം എട്ടാലും അമ്മൂഞ്ഞ്, അത്രയും വേണോ? ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഗവൺമെൻറ് ഒരു വർഷം തികയുമ്പോൾ 25 വരെ ഇപ്പം ഈ ഗവൺമെൻറ് ഇന്നുവരെ എല്ലാ കാര്യങ്ങളും തുടങ്ങി വെച്ച് ഞങ്ങളാണ്, പൂർത്തീകരണം മാത്രമേ ഉള്ളൂ, എറണാകുളം അടക്കം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മറക്കണ്ട, നിങ്ങളുടേതായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഒന്നും വന്നിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴുള്ള പ്രശ്നം എന്താ? മെട്രോ ഉദ്ഘാടനം. ഞാൻ ഒരു കൊച്ചിക്കാരനാണ്. ഞാൻ 2004 ആൻ്റണി ഗവൺമെൻറ് സമയത്താണ് എൻ്റെ ഫസ്റ്റ് ഡിസ്കഷൻ, അന്ന് തൊട്ട് പങ്കെടുത്ത ആളായി ചർച്ചയിൽ, പിന്നീടെല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും കൊച്ചിക്കാരുടെ വികാരം, കേരളത്തിൻ്റെ വികാരം എത്രയും ലക്ഷത്തിലേക്കാകുക. ഇത് ശ്രീധരൻ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീധരൻ പറഞ്ഞു 6 മാസം മുമ്പ് തീരേണ്ട കാര്യമാണത്, എന്തുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയി? ലാല് വലിയ കാര്യം പറയുന്നുണ്ടല്ലോ, കത്തയച്ച കാര്യം. ഇപ്പം കത്തിൻ്റെ അല്ല ഇവിടുത്തെ പ്രശ്നം. കത്തയച്ച് റെസ്പോണ്ട് ചെയ്യില്ലെങ്കിൽ എന്ത് വേണം? ആരെങ്കിലും അവിടെ PM അയക്കണം, മന്ത്രിമാർ കാണണം, അങ്ങനെയല്ല സാറിന് ചെയ്യാറുള്ളത്. ശ്രീ സമ്പത്തിന് അറിയാമല്ലോ, പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നുണ്ട്, ഫോണിലൂടെയുള്ള ബന്ധപ്പെടുന്നുണ്ട്. ഇന്നലെയും നടന്നു. ആ കത്തിനൊരു മറുപടി കിട്ടാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ പ്രതികരണം ഉണ്ടാകുന്നില്ല എന്ന് കരുതി, പ്രധാനമന്ത്രിക്ക് താല്പര്യം ഉണ്ടാകില്ല എന്ന് കരുതി ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് സമ്പത്ത് പറഞ്ഞു, പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇന്ന് ചർച്ചയായത്. അതുകൊണ്ടെങ്കിലും ഈ കാര്യം ചിലപ്പോൾ വേഗത്തിൽ നടന്നേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ലാല, കടകംപള്ളി പറഞ്ഞതാണ്, ഞാൻ കേട്ടല്ലോ, ഞാൻ TV കാണുകയും കേൾക്കുകയും ചെയ്ത ആളാണ്. 30-ാം തീയതി ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നു, അതിന് പ്രധാനമന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ CM ജയിക്കും. ഞങ്ങൾക്കൊരു കാര്യം, ഞങ്ങൾക്ക് ശ്രീ പിണറായി വിജയൻ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേക്ക് ഉള്ളതിൻ്റെ അകത്ത്. പക്ഷേ ഇതിലൊരു മാന്യത വേണ്ടത്, എല്ലാവരെയും സഹകരിപ്പിച്ച് ജയിക്കുകയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല ഇനിയും നമ്മുടെ എക്സ്റ്റൻഷൻ കിടക്കുകയല്ലേ, ഇതുകൊണ്ട് തീരില്ലല്ലോ. ഇത് വയബിൾ ആവണമെന്നുണ്ടെങ്കിൽ കർണാടകയിലെ മെട്രോ ഉദ്ഘാടനം ചെയ്തത് സിദ്ധാരാമയ്യയാണല്ലോ, അവിടുത്തെ മുഖ്യമന്ത്രിയാണല്ലോ. ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരെയും സഹകരിപ്പിച്ച് അപ്പുറത്തെ യെഡിയൂരപ്പയെയും കൊണ്ട് നരേന്ദ്രമോദിയെ കാണാൻ പോകാത്തത്? യെദ്യൂരപ്പയ്ക്കൊന്നും അതിലൊരു റോളും ഇല്ല. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ലാല് ചുമ്മാ അങ്ങനെ കമ്പയർ ചെയ്യല്ലേ. ഈ മെട്രോയുടെ 85% ഉത്തരവാദി UDF ഗവൺമെന്റ് അല്ലേ? ശരി, നിങ്ങളെ വിളിക്കുന്നുണ്ടാവുമല്ലോ, പ്രതിപക്ഷ നേതാവിനെ വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയെ വിളിക്കുമായിരിക്കും. പക്ഷേ നരേന്ദ്രമോദിക്ക് ഉള്ളതിനേക്കാൾ ക്ലെയിം അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മൻചാണ്ടിക്കാണല്ലോ വേണ്ടത്. ആ കാര്യത്തിൽ എന്തിനാണ് നരേന്ദ്രമോദിയെ വിളിക്കാത്തതിന് നിങ്ങളിപ്പോൾ ഖേദിക്കുന്നത്? വിളിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വിളിച്ചില്ല എന്നൊരു പരാതി ആരോപണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് നിങ്ങൾ ഖേദിക്കുന്നത്? ഉമ്മൻചാണ്ടിയെ വിളിച്ചില്ലെങ്കിലല്ലേ നിങ്ങൾ കരയേണ്ടത്? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി എന്താ അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? രണ്ടാം വീടായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ സിദ്ധാരാമയ്യക്ക് ഇല്ലാത്ത ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം കത്ത് വഴിയെങ്കിലും പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മാന്യത തിരിച്ചു കാണിക്കേണ്ടത് ആരാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? അവിടെ നിന്ന് കാണിക്കണം. പ്രധാനമന്ത്രിയുടെ ഓഫീസും മാന്യത ഞാനില്ലെന്ന് പറഞ്ഞല്ലോ, മാന്യത കാണിക്കണം. ഞാൻ പറഞ്ഞത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത്. ശരി, അപ്പോൾ ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തിരിച്ചു മാന്യത കാണിക്കാത്തത് എന്ന ചോദ്യത്തിന് ആളുകൾക്കുണ്ടാകുന്ന സംശയം ഇപ്പോൾ നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു 2004 മുതൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുമൊക്കെ ഒരുപാട് വിയർപ്പൊഴുക്കി. അതിനുശേഷം ഇവിടെ LDF ഗവൺമെൻറ് വന്നിട്ടുണ്ട്, അവരൊരു 5 വർഷം അവരുടെ വിയർപ്പൊഴുക്കി. പിന്നീട് വീണ്ടും UDF സർക്കാർ വന്നു, വിയർപ്പൊഴുക്കി. ഇപ്പോൾ അവസാനത്തെ 1 വർഷം പിണറായി വിജയൻ സർക്കാരിൻ്റെയും വിയർപ്പൊഴുകി. നിങ്ങളുടെ വിയർപ്പ് അവിടെ കാണാത്തതിൽ ഇങ്ങനെയെങ്കിലും കിടക്കട്ടെ കുറച്ചെന്ന് കരുതിയാണോ ഈ ചുരുക്ക് കാണിക്കുന്നത്? ആരുടെ വിയർപ്പ് കാണാത്തതിൽ? ആരുടെ അല്ല ഉദ്ദേശിച്ചത്? ഈ ലെറ്റർ തിരിച്ചയക്കാത്തതിൽ അല്ല, ആരുടെ വിയർപ്പ് കാണാത്തതിൽ? എവിടെ കാണാത്തതിൽ? നിങ്ങളുടെ BJP-യുടെ എവിടെ കാണാത്തതിൽ? ഈ കൊച്ചി മെട്രോയിൽ.
അപ്പോൾ ലാൽ ഒന്നുകിൽ ലാലെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അല്ല, സംസാരിക്കും, എനിക്ക് അതിനകത്ത് വിവരങ്ങൾ തന്നാൽ മതി അങ്ങ്. അല്ലെങ്കിൽ ലാൽ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇത് രണ്ടാണ് ഞാൻ പറയട്ടെ. ലാലെ, ഇത് PM ഓഫീസിൻ്റെ ഹെൽപ്പ് വേണം, അതോടൊപ്പം തന്നെ നഗരവികസന മന്ത്രാലയത്തിൻ്റെ വേണം, പീയൂഷ് ഗോയലിൻ്റെ വേണം, റെയിൽവേ വകുപ്പിൻ്റെ ഉണ്ടാകണം, നിതിൻ ഗഡ്കരിയുടെ വകുപ്പ് ഉണ്ടാകണം. ഈ വകുപ്പുകളൊക്കെ ചേർന്നുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ സാങ്ഷൻ ആവൂ. ഒരു ദിവസം കേരള ഗവൺമെൻറ് മാർക്സിസ്റ്റ് പാർട്ടിയോ പറയട്ടെ, ഒരു ദിവസം ഏതെങ്കിലും ഒരു സാങ്ഷൻ വൈകിയിട്ടുണ്ടോ? ഒരു ദിവസം ഏതെങ്കിലും ഒരു ഫണ്ട് വൈകിയിട്ടുണ്ടോ? ഒരു ദിവസം എവിടെയെങ്കിലും ഒരു ടെക്നിക്കൽ അഡ്വൈസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഈ ഗവൺമെൻറ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ രാജ്യത്തെ മുഴുവനും ഒറ്റ യൂണിറ്റായിട്ട് കണ്ടുകൊണ്ട് ഈ ഗവൺമെന്റ് കഠിനാധ്വാനം ചെയ്ത കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. 2012 ജൂലൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വീണ്ടും ഞങ്ങളുടെ പോയിന്റ് അപ്പർ ഹാൻഡ് കിട്ടുമെന്ന് പറയുമ്പോൾ ലാൽ ഇടപെടുന്നു. ലാലിന്റെ ആ കത്തിന് ഇനി ഞാൻ മറുപടി തരാം. ലാലെ ആ കത്ത് അയച്ചു. ആ കത്തയച്ചതിന് ശേഷം നിങ്ങളൊന്ന് ടെലിഫോൺ രേഖകളെടുത്ത് പരിശോധിച്ച് നോക്കൂ. പ്രധാനമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും IAS ഓഫീസർമാർ തമ്മിൽ കഴിഞ്ഞ ഒരു മാസമായി പല തവണ ടെലിഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്ത്യയിൽ 5, 6, 7 തീയതികളിലുണ്ട്. ഇതിൽ ഒരു ദിവസം ക്യാബിനറ്റിന് വേണ്ടി മാറ്റിവെക്കണം. മറ്റ് 2 ദിവസത്തിൽ ഏത് ദിവസവും അദ്ദേഹം കേരളത്തിൽ വരാൻ തയ്യാറാണ്. ഒരു മാസം മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീഴുന്ന ഒരു വാക്കിൽ കയറി പിടിച്ച് വിവാദത്തിന് വേണ്ടി അടുത്ത നിമിഷം മുതൽ ഇങ്ങനെ വലിയ വിളംബരം ഉണ്ടാക്കുന്നത്. ഈ കാര്യത്തിൽ ഈ 5-ാം തീയതി വരെ കാത്തിരിക്കാം എന്ന് കടകംപള്ളിയും പിന്നീട് മാധ്യമങ്ങളിൽ പറഞ്ഞത് ഞാൻ കണ്ടതാണ്. മുഖ്യമന്ത്രി ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഈ തീയതി തീരുമാനിച്ചിട്ടില്ല, പ്രധാനമന്ത്രിയുടെ തീരുമാനം വരട്ടെ എന്നാണ്. അപ്പോൾ അത്രയ്ക്ക് കാത്തിരിക്കാൻ കേരളം തയ്യാറാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ മറുപടി ഇപ്പോഴും ഔദ്യോഗികമായി വരാത്തത്? ടെലിഫോണിൽ കൂടെ പലതും പറഞ്ഞു എന്ന് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ പറ്റുള്ളൂ. ഇല്ല, കേരള ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാരും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. 5, 6, 7 എന്നുള്ള ഡേറ്റ് PMOയിൽ നിന്നും പറഞ്ഞ ദിവസങ്ങളായി. കേരള സർക്കാരിന് മറുപടിയില്ല. മാത്രവുമല്ല, കേരള സർക്കാർ ഒരു കത്തയക്കുമ്പോൾ ലാലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗവൺമെന്റിനെ പരിഹസിച്ച ഒരു കത്തും അയച്ചിട്ട് അതിനുശേഷം ഇതിനകത്ത് ഏതാണ് പരിഹാസം? ലാൽ, ഞാൻ പറഞ്ഞത് ലാൽ വീണ്ടും മറച്ചു വയ്ക്കരുത്. ഞാൻ ഇവിടെ പറയട്ടെ. പിണറായി വിജയൻ എന്താ പറഞ്ഞത്? തെറ്റിദ്ധാരണ നിമിത്തമാണ് അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞത്. തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ള വിവാദം ഉണ്ടാക്കിയതാരാ? കടകംപള്ളി. തെറ്റിദ്ധാരണയാണ് ആ ഡേറ്റിനെ കുറിച്ച് അങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വന്നത്, വാർത്ത വന്നത്. ഇവിടെ ഇപ്പോൾ LDF ഗവൺമെന്റ് സംഭവിച്ചത് എന്താ? നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഈ മെട്രോ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കും ഒക്കെ തന്നെ ഒരു 3-4 ദിവസം കേരളത്തിൽ സജീവ ചർച്ചയാവും. അതിന്റെ ഒരു രാഷ്ട്രീയ ഗുണം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് മാർക്സിസ്റ്റ് പാർട്ടി LDF ഗവൺമെന്റും ഭയക്കുന്നു. ആ ഭയം കൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തെ ഇല്ലാത്തൊരു ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ഞങ്ങൾക്കതിൽ ഡോക്ടർ സമ്പത്ത്. അപ്പോൾ പ്രധാനമന്ത്രി ഇനിയും വരും. 4-5 ദിവസം ഇവിടെ BJP-ക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് നടക്കും. അവരുടെ മുഖമൊക്കെ അത് പേടിച്ച് എത്ര ഇത് നീട്ടിവെച്ചാലും ഇത്രയും വർഷം 2004 മുതൽ ഡൊമിനിക് പ്രസന്റേഷൻ ഒഴുക്കിയ വിയർപ്പും നിങ്ങളുടെ വിവിധ കാലങ്ങളിലെ വിയർപ്പും ഒക്കെ ഈ 4 ദിവസം കൊണ്ട് ഇല്ലാതാകും. ജനാധിപത്യത്തിൽ ഒരാൾ ചെയ്തു വെച്ചതിന്റെ ബാക്കിയെ മറ്റൊരാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. മൻമോഹൻ സിംഗ് ചെയ്തു വെച്ചതിന്റെ ബാക്കി മാത്രമേ നരേന്ദ്രമോദി. അപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിനുള്ള മറുപടിയാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ അവസാനം തൂവൽ വെക്കുന്നു എങ്കിൽ അത് അവർ ആ സർക്കാരിനുള്ള നിലയ്ക്കുള്ള തുടർച്ചയിലേക്ക് വന്ന പിണറായി വിജയനാണ് വയ്ക്കുന്നത്. അദ്ദേഹത്തിന് അതിനുള്ള ക്ലെയിമും ഉണ്ട്. ഡോക്ടർ സമ്പത്ത്, ശ്രീ വി രാജേഷ് പറഞ്ഞ കാര്യങ്ങളിൽ വാസ്തവത്തിൽ അതിൽ ഒരുപാട് സാങ്കത്യമുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് ഞങ്ങളുടെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, നമ്മൾ 3 പേരും തമ്മിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് രാജേഷ് പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ. കാരണം ഗവൺമെൻറ് ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലുണ്ടായാലും ഗവൺമെൻറ് ഒരു തുടർച്ചയാണ്. ഗവൺമെൻറ് ഇല്ലാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് ഒരു തുടർച്ചയാണെന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ നയപരമായ കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവസാന നാളുകളിൽ VS-ൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളിൽ വാസ്തവത്തിൽ തുടക്കം കുറിച്ച ഒരുപാട് പദ്ധതികൾ ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ 6 മാസം ഓടി നടന്ന ഉദ്ഘാടനമായിരുന്നു. ഒരു ഗവൺമെൻറ്റും അധികാരത്തിൽ വന്ന് 6 മാസക്കാലം ഒരു മാസത്തിൽ എത്ര പ്രവൃത്തി ദിവസം ഉണ്ടോ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാമല്ലോ. ഈ നാട്ടിലെ മുഴുവൻ IAS ഉദ്യോഗസ്ഥരും മന്ത്രിമാരും മറ്റുള്ളവരും എല്ലാവരും കൂടി അവർ 24 മണിക്കൂർ ജോലി ചെയ്താൽ പോലും അങ്ങനെ ഒരു 6 മാസം 180 ദിവസം, അതിലെ പ്രവൃത്തി ദിവസങ്ങൾ പിന്നെയും താഴെയാണ്. ആ 6 മാസം കൊണ്ടൊന്നും ഇത്രയും ഉദ്ഘാടനം നടത്തി തീർക്കാൻ കഴിയില്ല. അപ്പോൾ അത് പറയുമ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതിൻ്റെ പറയാത്ത ഭാഗം ഞാൻ പറയുകയാണ്.
ഇനി ഇപ്പോൾ ഇവിടെ ഒരു കാര്യത്തിൻ്റേത് സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തായാലും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനൊരു കാര്യത്തിൽ അവർക്ക് ആഗ്രഹമുണ്ടാവും. എന്താണ്, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഒരു കൊല്ലം തികയുന്നത് സ്വാഭാവികമാണ്. നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള ജന്മദിനം ആഘോഷിക്കുന്നതിലും കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിലും അപ്പാപ്പൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിലും നമ്മളെല്ലാവരും വൈകാരികമായി കാണുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ അവരുടേതായ ഗവൺമെൻറ്റിൻ്റെ 1-ാം വാർഷികം 2-ാം വാർഷികം 3-ാം വാർഷികം 4-ാം വാർഷികമെല്ലാം അത്തരത്തിൽ ആഘോഷിക്കുന്ന കാര്യത്തിലെല്ലാം അതിൻ്റേതായിട്ടുള്ള അവരുടേതായ ഒരു താല്പര്യം അത്തരം കാര്യങ്ങളിൽ ഉണ്ടാവും. ഇവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഈ മെയ് 20 മുതൽ ജൂൺ 5 വരെ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള LDF ഗവൺമെൻറ്റിൻ്റെ 1-ാം വാർഷിക ആഘോഷങ്ങളുടെ കൺവീനർ എന്നുള്ള നിലയിലുള്ളതാണ് അദ്ദേഹം പറഞ്ഞതായ ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഇവിടെയാണ് ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോൾ നേരത്തെ ശ്രീ VV രാജേഷ് പറഞ്ഞ കാര്യത്തിനായിട്ട് ഞാൻ വിയോജിക്കുന്നില്ല എന്ന് പറയാൻ വരുന്ന ഒരു കാര്യം. അതെന്താണെന്ന് പറയാം. 2ാം UPA ഗവൺമെൻറ്റിൻ്റെ നാളുകളിലാണ് കേരളത്തിലെ LDF UDF MP-മാർ അന്നത്തെ കേന്ദ്രമന്ത്രിമാരെ നിരന്തരം പോയി ഞങ്ങൾ സന്ദർശിക്കുന്നത്, വാതിൽക്കൽ മുട്ടുന്നത്, കാത്തു നിൽക്കുന്നത്, മണിക്കൂറുകളോളം ചർച്ച ചെയ്യുന്നത്. ശ്രീ KV തോമസിനോട് തന്നെ ചോദിച്ചു നോക്കണം. അന്നത്തെ നഗരവികസന വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ എത്ര നേരം എത്ര തവണ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം നിസ്സഹായനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഇപ്പോഴാണ് നിതി ആയോഗ് രാജേഷിൻ്റെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെ പാർട്ടിയുടെ 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിലായിരുന്നു. മന്ത്രിമാർ പറഞ്ഞത്, ക്യാബിനറ്റ് മന്ത്രിമാർ പറഞ്ഞതാണ്, ഇത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാനുമായി നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം, പ്ലാനിംഗ് കമ്മീഷൻ്റെ പെർമിഷൻ വേണം, പ്ലാനിംഗ് കമ്മീഷൻ്റെ കൺസെൻറ്റ് വേണം, പ്ലാനിംഗ് കമ്മീഷൻ ഹാസ് ടു അപ്രൂവ് ദാറ്റ്. ഇതൊക്കെയാണ് അവിടെ പറഞ്ഞത്. തീരുന്നില്ല. ഇക്കാര്യത്തിൽ ഡൽഹി മെട്രോ കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ കൊച്ചി മെട്രോയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഒരു പ്രമുഖ IAS ഉദ്യോഗസ്ഥൻ അന്നത്തെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അറിവും സമ്മതവും ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ ഇവിടെ ആരോപിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സ്വന്തം വ്യക്തിപരമായ താല്പര്യം അല്ലെങ്കിൽ ചില രാഷ്ട്രീയ മേലാളന്മാർ നിർദ്ദേശിച്ച അനുസരിച്ച് അദ്ദേഹം അനധികൃതമായി ഡൽഹിയിലെത്തി. അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അന്നത്തെ രാജ്യസഭാ അംഗമായിട്ടുള്ള P. രാജീവും ഞാനുമാണ് അദ്ദേഹത്തെ ആ വിമാനത്താവളത്തിൽ വെച്ച് കയ്യോടുകൂടി പിടികൂടുന്നത്. കൊച്ചിയിൽ വിമാനമിറങ്ങുന്ന സമയത്ത് ഈ നാട്ടിലുള്ള മുഴുവൻ മാധ്യമങ്ങളിലും ഈ കൊച്ചിൻ മെട്രോയെ പൊളിക്കുന്നതിന് വേണ്ടിയും ഇതിൻ്റെ പൂർണ്ണമായ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയും ഒരു IAS ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള ലോബിയിങ്ങിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നു. ശ്രീധരനെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് അന്നത്തെ ഒരു ലക്ഷ്യമായിരുന്നു. ഇതൊന്നും തന്നെ എന്തായാലും സമ്മതിക്കാതെ നിർവാഹമില്ല. എൻ്റെ സുഹൃത്ത് രാജേഷ് പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു അമാന്തമോ ഒരു കൃത്യവിലോപമോ അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് നടത്തി എന്ന് ഞാൻ ആരോപിക്കില്ല. പക്ഷേ ഇവിടെയുള്ള ഈ കത്തടപാടുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു അനാവശ്യ വിവാദത്തിലേക്ക് പോകേണ്ടതായിട്ടില്ല. ശരി, പക്ഷെ ആരാണ് ഈ വിവാദം ഉണ്ടാക്കിയത്, വിവാദം കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത്, അതാണ് ചർച്ചയുടെ അവസാന നിമിഷങ്ങളിൽ അറിയേണ്ടത്. അപ്പോഴും അറിയേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ ആര് ആണ് കൂടുതൽ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് വരിക, എങ്ങനെയാണ് കൊച്ചി മെട്രോ ജനങ്ങൾക്കായി തുറന്നു കിട്ടുക. ഡോക്ടർ സമ്പത്ത്, അപ്പോൾ കൃത്യമായി ആ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. കടകംപള്ളിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം, സംസ്ഥാന സർക്കാരിന് പ്രധാനമന്ത്രി വരണമെന്ന താല്പര്യം കൃത്യമായി അറിയിച്ച കത്തുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതുവരെയും ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഈ മറുപടികളെല്ലാം കൃത്യമായി അറിയാവുന്നത് സംസ്ഥാനത്തെ BJP നേതാക്കൾക്കാണ് താനും. അവർക്കറിയാം എപ്പോഴൊക്കെയാണ് പ്രധാനമന്ത്രി ഇവിടെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കെ, ചർച്ച ഇവിടെ വരെ എത്തി നിൽക്കെ, ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രധാനമന്ത്രി ഇതുവരെയും മറുപടി തരാത്ത സ്ഥിതിക്ക് പ്രധാനമന്ത്രിയുടെ സമയം അതിനുവേണ്ടിയുള്ള പരിശ്രമം സംസ്ഥാന ഗവൺമെൻറ് വീണ്ടും നടത്തും. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം കേരളം ആഗ്രഹിക്കുകയാണ്. അതിൽ LDF UDF BJP എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പ്രധാനമന്ത്രി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ളൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിന് വരിക. അതിലിപ്പോൾ ഒരു പക്ഷേ ബംഗളൂരുവിലെ മെട്രോ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ വിളിച്ചില്ല, പ്രതിപക്ഷത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരെ അത്തരത്തിൽ അവിടെ പങ്കെടുപ്പിച്ചില്ല, അതല്ല എങ്കിൽ ചെന്നൈയിലെ മെട്രോയുടെ ഒരു ഘട്ടത്തിൻ്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ വിളിച്ചില്ല, അതൊന്നും കേരളത്തെ സംബന്ധിച്ച് നമുക്കത് ബാധകമൊന്നുമില്ല. അതൊക്കെ ന്യായം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളിലൊക്കെ നമ്മൾ ഉന്നയിച്ചിരുന്നാൽ തന്നെയും ഇക്കാര്യത്തിൽ വാസ്തവത്തിൽ പ്രധാനമന്ത്രി ഉണ്ടാകണമെന്ന ആഗ്രഹം തന്നെയാണ്. വ്യക്തിപരമായി എനിക്കും രാഷ്ട്രീയമായിട്ടും LDFനും ആ അഭിപ്രായവും ആഗ്രഹവും തന്നെയാണുള്ളത്. മുഖ്യമന്ത്രിയും ആ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് ഞാൻ ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് നമ്മളിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം. ശ്രീ VV രാജേഷ്, അപ്പോൾ അത് കൃത്യമായ നിലപാട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇനി
എന്താണ് നിങ്ങളുടെ പ്രതികരണം? പ്രധാനമന്ത്രി വരുന്നതിന് നിങ്ങളായി ഇനി ശ്രമിച്ച് പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നു എന്നൊരു രീതിയാണോ ഇനി പുറത്തേക്ക് വരാനുള്ളത്? അതോ സംസ്ഥാന സർക്കാരിൻ്റെ ഈ കൃത്യമായ ഔദ്യോഗിക ഇടപെടലിനുള്ള ഔദ്യോഗികമായ മാന്യമായ മറുപടി തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടോ? മാന്യമായ ഇടപെടലുകൾക്ക് മാന്യമായ മറുപടി തന്നെ അവിടെ നിന്ന് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം അത് വരാതെ? എനിക്ക് ഞാൻ അത് ചോദ്യം കംപ്ലീറ്റ് ചെയ്തോട്ടെ. ലാൽ ഒന്നും പറഞ്ഞില്ല. കേരളത്തിലെ BJP-കാർക്ക് മാത്രമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ അറിയാവുന്നുള്ളത്. വളരെ സില്ലി കമന്റാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ കൃത്യമായി VV രാജേഷ് ഒരു കൃത്യമായ ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ അങ്ങ് പോയ സംശയത്തിന്റെ ദൃഷ്ടിയിലാകുന്നത് BJP ആണ്. അങ്ങ് BJP-യെ ചതിക്കരുത് ശ്രീ VV രാജേഷ്, BJP-യെ ചതിക്കരുത്. BJP-യുടെ കൃത്യമായ മറുപടി അങ്ങ് തന്നിട്ട് വേണം പോകാൻ. അല്ലാതെ എന്നോടുള്ള വൈരാഗ്യം BJP-യെ തകർക്കുന്നതിന് ഇടയാക്കരുത് എന്ന് കൃത്യമായി ഞാൻ അങ്ങോട്ട് പറയുകയാണ്. BJP അങ്ങനെ പീപ്പിൾ ടിവിയിൽ ഒരു ചാനൽ തരച്ചുകൊണ്ടൊന്നും തകരുന്ന പാർട്ടിയൊന്നുമില്ല. അതായത് എനിക്ക് ആ ഒരു മിനിറ്റാണ് ഇവിടെ ഉള്ളത്. അതിനിടയ്ക്ക് സമയം പോലും തരാതെ താങ്കൾ ഇങ്ങനെ ചോദിച്ചത്. പിന്നെ ഞാൻ ഇറങ്ങി പോകുന്നത് ശരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. PMOയുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഏത് കൊച്ചുകുട്ടിയും കിട്ടും. കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് മാത്രമേ പ്രധാനമന്ത്രിയുടെ പരിപാടിയെ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു സില്ലിയാവരുത്. ഇവിടെ ശ്രീ സമ്പത്ത് MP അത് ഞങ്ങൾക്ക് ശ്രമിച്ചാലൊന്നും പ്രധാനമന്ത്രി ഔദ്യോഗിക പരിപാടിക്കൊന്നും വരില്ല. ഒരു BJP-യുടെ പൊതുയോഗത്തിന് BJP കേരള ഘടകം ശ്രമിച്ചാൽ പ്രധാനമന്ത്രിയെ കിട്ടും. കേരള ഗവൺമെൻറ് ഔദ്യോഗികമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി എന്താണ് കേരള ഗവൺമെൻറ് ചെയ്യേണ്ടത്? കേരള ഗവൺമെൻറ് ഞാൻ പ്രതീക്ഷിക്കുന്നു, അദ്ദേഹം പറഞ്ഞതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഇവിടെ ഉദ്ഘാടനം അല്ല വിഷയം. ഉദ്ഘാടനം രണ്ടാമത്തെ ഘട്ടമായി എടുക്കൂ. കേരളത്തിൻ്റെ ഒരു തിലക കുറിയാണത്. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊച്ചി മെട്രോയുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പ്രധാനമന്ത്രിക്ക് സൗകര്യപ്രദമായിട്ടുള്ള അദ്ദേഹം ഈ രാജ്യത്തുള്ള അദ്ദേഹം സ്പെയർ ചെയ്യാൻ പറ്റുന്ന ചില ഡേറ്റുകൾ കേരള ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിലാക്കുന്നതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയ അതില്ലാന്ന് ഞാൻ അങ്ങേ അറിയിക്കുന്നു. അങ്ങനെ ഇല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടില്ലാത്തത്. താങ്കൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ താങ്കൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ പെരുമാറരുത്. എന്നെ ഒന്ന് കംപ്ലീറ്റ് എന്റെ അറിവിലുള്ള ഞാൻ ഗുഡ് ഫെയ്ത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ എന്റെ ഗുഡ് ഫെയ്ത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങയുടെ ഗുഡ് ഫെയ്ത്തിലുള്ള പല കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതാണ്. ഒരു കാര്യത്തിൽ അങ്ങേക്ക് കുമ്മനം രാജശേഖരനെ വലിയ വിശ്വാസമാണ്. അദ്ദേഹം പറയുന്നതാണ് അങ്ങയുടെ ഗുഡ് ഫെയ്ത്ത്. ഈ കാര്യത്തിൽ എന്താണ് വിശ്വാസം? കുമ്മനം രാജശേഖരൻ പറയുന്ന എല്ലാ കാര്യങ്ങളിലും സംഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് അദ്ദേഹത്തിന് തന്നെയാണ് വിശ്വാസം. ഇവിടെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിൽ നിന്നുള്ള പോയ കാര്യങ്ങൾ ഞാനും ലാലും ആധികാരികമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കും. അപ്പോൾ ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു മറുപടി കൊടുത്തു, സംസ്ഥാന സർക്കാർ മറ്റൊരു ചാനലിലെ BJP-യുടെ വാദം തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു ഗൂഢോദ്ദേശത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റൊരു ചാനലിൽ ഇതുപോലെ പകുതിയാക്കി പറയരുത്. അവിടെയെങ്കിലും കൃത്യമായി താങ്കൾ ഇടപെടാതിരിക്കുമോ? PMO ഞാൻ ദയവ് ചെയ്ത് ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. PMOയിൽ നിന്നും 2-3 ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റുകൾ സംസ്ഥാന ഗവൺമെൻറ് സാധിക്കുമെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും PM എത്തുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. അപ്പോൾ VV രാജേഷ് പറയുന്ന രീതി അനുസരിച്ചാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ശൈലി. അത് പ്രധാനമന്ത്രിയുടെ അനുഭവ പരിചയത്തിന്റെ കുറവ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ ദീർഘകാലം പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന പാർട്ടിയുടെ വക്താവാണല്ലോ താങ്കൾ. അപ്പോൾ ഇങ്ങനെയാണോ ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ കത്തിന് മറുപടി കൊടുക്കേണ്ടത്? ഇനി അദ്ദേഹം എന്തോ രഹസ്യമായിട്ട് ഈ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, രേഖ കാണിക്കാൻ BJP-യുടെ കയ്യിലില്ല. അപ്പോൾ ആ നിലയ്ക്ക് എന്താണ് ഇനി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്? അതിന് മുമ്പ് ഒരു വാചകം എനിക്ക് ശ്രീ സമ്പത്തിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. സമ്പത്തിന് കാര്യം മറന്നുപോയത്, 2ാം UPA ഗവൺമെൻറ് നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ആ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിംഗ് കമ്മീഷനെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് സെൻട്രൽ സ്റ്റേറ്റ് ആക്കി മാറ്റി പെർമിഷൻ കൊടുത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരു കാര്യം. പിന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ സംശയം ഒന്ന് ചോദിക്കട്ടെ. അപ്പൊ നിങ്ങൾക്കൊരു വാശി ഉണ്ടായിരുന്നോ ഈ CPM-ന്റെയോ ഇടതുപക്ഷത്തിന്റെയോ പിന്തുണ ഇല്ലാത്ത രീതിയിൽ വേണം കൊച്ചി മെട്രോയെ എങ്ങനെയെങ്കിലും ഒരുക്കിയെടുക്കാൻ? അതുകൊണ്ടാണോ നിങ്ങൾ ആ പിന്തുണ പിൻവലിക്കുന്നതുവരെ കാത്തിരുന്നത്? പിന്തുണ നേരത്തെ വിഡ്രോ ചെയ്തല്ലോ. 2008 വിഡ്രോ ചെയ്ത് പോയിട്ടില്ലേ? LDF തോറ്റതൊന്നും ഓർക്കണില്ലേ? 2009 2,009 UPA ഗവൺമെന്റ് ഇവരില്ല, ഇവരില്ലാത്ത ഗവൺമെന്റ് ആയിരുന്നു. അത് പോട്ടെ, ഇത്തോടത്തെ കഴിയുമെങ്കിൽ പ്രൈം മിനിസ്റ്ററെ വിളിക്കുക. എന്തുകൊണ്ട് ഇനിയും നമുക്ക് പല കാര്യങ്ങളുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ സൗകര്യം നോക്കാം. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്താൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊറ്റ ആഗ്രഹമുള്ളൂ, ഇത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഓപ്പറേഷനിലേക്ക് കൊണ്ടുവരിക. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശരി, ഡോക്ടർ സമ്പത്ത്, അപ്പോൾ ഈ കാര്യത്തിൽ ഏതാണ്ട് കാര്യങ്ങൾ കൃത്യമായി ഇപ്പോൾ ആളുകൾക്കും വ്യക്തമായി കഴിഞ്ഞു. എത്ര വരെ താമസിക്കാൻ സാധ്യതയുണ്ട്? പെട്ടെന്ന് മറുപടി പറയുകയാണെങ്കിൽ ഈ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് ഇനി എത്ര കൂടി കാത്തിരിക്കണം കൊച്ചിക്കാരും കേരളവും?
അല്ല, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എങ്ങനെയാ മറുപടി പറയാൻ പറ്റില്ല അല്ലേ? ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ ഒരു മറുപടി തരണം. ഇത് അതൊക്കെ. പക്ഷേ അതുവരെ തന്നെ ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ കൊച്ചി മെട്രോ ഓടുമ്പോൾ ഇപ്പോൾ 6 മാസത്തിന് മുമ്പെന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഷീറ സാറ് പറഞ്ഞതിൻ്റെ അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഡൊമിനിക് പ്രസൻറ്റേഷൻ പറഞ്ഞത്. ഇത് എവിടെ നിന്നെങ്കിലും ഒരറ്റത്ത് നിന്ന് തുടങ്ങി തൽക്കാലം ഉരുളുക എന്നുള്ളത് മാത്രമല്ല, ആ ഓടുന്ന പോർഷൻ, ആ ഓടുന്നതായിട്ടുള്ള ഒരു പ്രത്യേക സെഗ്മെൻറ്റ് അത് വയബിളായി അത് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ രാജേഷ് തന്നെ ചർച്ചയിൽ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് ഓർക്കുന്നുണ്ടാവും. ഡൽഹി മെട്രോ പോലെ അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതല്ല കൊച്ചി മെട്രോ എന്നുള്ള നിലയിലാണ്. പക്ഷേ അങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ കൊച്ചിക്കാരൻ എന്നുള്ള നിലയിലും കേരളീയൻ എന്നുള്ള നിലയിലും ഞാനുമെല്ലാം ഇപ്പോഴും അത് അങ്ങനെ വയബിളാക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ള അഭിപ്രായത്തിലാണ്. പക്ഷേ അത് വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ തുടങ്ങുന്നതായിട്ടുള്ളൊരു ഭാഗം നമ്മൾ കുറച്ച് ഭാഗം ഓടുക എന്നുള്ളതിൻ്റെ മാത്രമല്ല, ആ അത്രയും ഭാഗം പരമാവധി അത് പൂർത്തിയാക്കി അത് വയബിളായി, അത് എക്കണോമിക്കലി വയബിളായി, ഫീസിബിളായി, ബാക്കിയുള്ളതിനെ കണക്ടിവിറ്റി അത് ആ വിധത്തിൽ വരിക എന്നുള്ളത്. ഇപ്പോൾ അതിനുള്ളൊരു സൗകര്യമുണ്ട്. ആ സൗകര്യമുള്ളപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് എന്നുള്ളത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതായ ഒരു ചടങ്ങെന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്നതായിട്ടുള്ള ഒരു ദേശീയ ശ്രദ്ധയുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു നാഷണൽ സ്പേസ് ഉണ്ടല്ലോ, ആ തരത്തിൽ മീഡിയയിലായാലും പൊതുസമൂഹത്തിലായിരുന്നാലും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് വരുന്നുണ്ട്. അതല്ല ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും നമ്മളും അത്തരം കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു മലയാളി സമൂഹത്തിൽ മാത്രമായി ചിലപ്പോൾ അത് ചുരുങ്ങി പോകാൻ. പക്ഷേ എന്തായാലും കേരളത്തിന്റെ സർക്കാർ അതിനെ ആഗ്രഹിക്കുന്നില്ല. അതിനെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അതിൽ എന്തുകൊണ്ടാണ് ചുരുങ്ങിയ രാഷ്ട്രീയം ശ്രദ്ധ പിടിച്ചുപറ്റാൻ 4 ദിവസത്തെ ഓട്ടം ഇവിടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാധ്യമ ശ്രദ്ധ ആഗ്രഹിച്ചു പോകുന്നത് ചിലരെങ്കിലും? അതാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ സമ്പത്ത്, ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ, വി രാജേഷ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.